വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ്. ഊരകം ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന KT അബ്ദുൽ മജീദ് സാഹിബ് നമ്മോട് കൂടെ ചേരുകയാണ്. ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. മജീദ് സാഹിബിനെ ഈ അഭിമുഖത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നീണ്ട രാഷ്ട്രീയ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. എങ്ങനെയാണ് കാണുന്നത്? ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ സ്ഥാനാർത്ഥി എന്ന നിലക്ക് ആദ്യമായിട്ടാണെങ്കിലും ഒരുപാട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥാനാർത്ഥി എന്ന നിലക്കുള്ള പ്രയാസങ്ങളൊന്നും ഞാൻ നേരിടുന്നില്ല എന്നതാണ്. പരിചയസമ്പത്ത് ഉണ്ട് എന്നുള്ളൊരു വലിയ ആത്മവിശ്വാസം ഈ തെരഞ്ഞെടുപ്പിനെ മത്സരിക്കുന്ന സമയത്ത് ഉണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും. എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്? ഒരുപാട് കാലം രാഷ്ട്രീയത്തിലുണ്ട് എന്ന് നമുക്കറിയാം. എന്നായിരുന്നു അതിൻ്റെ തുടക്കം? എങ്ങനെയാണ് മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്? മുസ്ലിം ലീഗ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ തന്നെ ഒരു പക്ഷേ ഇംഗ്ലീഷ് അക്ഷരം നമ്മൾ എഴുതി പഠിച്ചത് തന്നെ MSF എഴുതിക്കൊണ്ടായിരിക്കും എന്ന് പറയും. അതുപോലെ തന്നെ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് പ്രൈമറി വിദ്യാഭ്യാസം JMLP സ്കൂൾ കുറ്റാളൂർ, മദ്രസ വിട്ട് കരിമ്പിലിൽ പോയി പത്രം, ചന്ദ്രിക പത്രം വാങ്ങിക്കൊണ്ട് വന്നിട്ടാണ് സ്കൂളിൽ പോകാറ്. അന്ന് കരിമ്പിലിലെ പത്രം വരാറുള്ളൂ. അന്ന് പിതാവ് ചന്ദ്രിക പത്രം വായിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പത്രം വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്തിട്ടാണ് പലപ്പോഴും സ്കൂളിൽ പോകാറുള്ളത്. അന്ന് മുതൽ വായിക്കാൻ തുടങ്ങിയതാണ് ചന്ദ്രിക പത്രം. ഒരുപക്ഷെ മലയാളം കുട്ടി വായിക്കാൻ പഠിക്കുന്ന ആ കാലഘട്ടം മുതൽ തന്നെ ചന്ദ്രിക പത്രം വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ രാഷ്ട്രീയത്തിൽ അതിൻ്റെ വായനയും അതിനെക്കുറിച്ച് അറിയാനുള്ള ഒരു താല്പര്യവും പ്രവർത്തന രംഗത്തേക്ക് ആ കാലത്ത് തന്നെ കടന്നു വന്നിട്ടുണ്ടെന്നുള്ള അന്നത്തെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? അന്നൊക്കെ സ്കൂളിൽ തന്നെ രാഷ്ട്രീയം ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്കൂൾ അന്തരീക്ഷം അന്ന് ശരിക്ക് വിദ്യാർത്ഥി രാഷ്ട്രീയ ഒരു സംഘർഷപൂരിതമായ ഒരു കാലഘട്ടമായിരുന്നു. ഒരുപക്ഷെ ഇന്നത്തെ പോലുള്ള റിസൾട്ടൊന്നും അന്ന് പ്രതീക്ഷിക്കുന്നില്ല. 16-17 വയസ്സുള്ള ആളുകളൊക്കെ ഹൈസ്കൂൾ പഠിക്കുന്ന ഒരു കാലഘട്ടം. 3-4 പ്രാവശ്യം തോറ്റ് വീണ്ടും പഠിക്കുന്ന ഒരു കാലഘട്ടം. അന്ന് MSF രാഷ്ട്രീയം KSU രാഷ്ട്രീയമൊക്കെ ആയിട്ട് മാത്രം വിദ്യാർത്ഥികൾ പഠനത്തിൽ തീരെ താല്പര്യമില്ലാത്തൊരു കാലഘട്ടത്തിലായിരുന്നു ഞാനൊക്കെ 10ാം ക്ലാസ് പഠിക്കുന്ന സമയമുണ്ട്. പിന്നീട് ഒരു സംഘടനാ ഭാരവാഹിത്വത്തിലേക്ക്, ഉത്തരവാദിത്തങ്ങളിലേക്കൊക്കെ വരുന്നത് എങ്ങനെയാണ്? സ്കൂളിൽ തന്നെ MSFൻ്റെ കണ്ടിട്ടായിട്ട് പല പ്രാവശ്യം എല്ലാ ക്ലാസ്സുകളിലും മത്സരിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം MSFിലൊക്കെ ഭാരവാഹിത്വം പഞ്ചായത്ത് തലങ്ങളിലേക്ക്, പഞ്ചായത്ത് തലത്തിൽ MSF ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. പ്രീ ഡിഗ്രി കാലം കഴിഞ്ഞ ശേഷമാണ് ആദ്യമായിട്ട് പഞ്ചായത്ത് തലത്തിൽ MSFകൾക്ക് യൂണിറ്റ് ഉണ്ടാകുന്നത്. സ്കൂൾ യൂണിറ്റുകൾ, ജില്ലാ കമ്മിറ്റി MSF ഉണ്ടായിരുന്നു എന്നാണ്. പൂരത്ത് നിലവിൽ വന്ന ആദ്യത്തെ MSF കമ്മിറ്റി ഞാൻ ഭാരവാഹിട്ട് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഓർക്കുന്നത്. ആദ്യത്തെ MSFൻ്റെ ഊരകം പഞ്ചായത്തിലെ ആദ്യത്തെ കമ്മിറ്റിയിൽ അംഗമായിരുന്നു എന്നാണ് പറഞ്ഞത്. ആദ്യത്തെ കമ്മിറ്റിയിലെ പ്രസിഡന്റ് ഞാനായിരുന്നു. പ്രഥമ പ്രസിഡന്റാണ്. പ്രഥമ പ്രസിഡന്റ്. യെസ്. അപ്പോൾ അന്നത്തെ ഒരു അനുഭവങ്ങൾ, അന്നത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെ ഓർത്തെടുക്കുന്നുണ്ട്? പക്ഷെ അന്ന് MSFൻ്റെ പ്രവർത്തനം പഞ്ചായത്ത് തലത്തിൽ അത്ര സജീവമായിരുന്നില്ല ആ കാലഘട്ടത്തിൽ. യൂണിറ്റിൻ്റെ തലത്തിലൂടെ പ്രവർത്തനം അവസാനിക്കുന്ന സാഹചര്യമാണ് സ്കൂളുകൾ. പിന്നീട് സ്കൂൾ രാഷ്ട്രീയം അവസാനിപ്പിച്ചതിന് ശേഷമാണ് ഇത്തരം പഞ്ചായത്ത് കമ്മിറ്റികളൊക്കെ സജീവമായി തുടങ്ങിയതെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. സ്കൂൾ പഠനത്തിന് ശേഷം കോളേജിൽ PSMOയിൽ പഠിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലേ? പ്രീ ഡിഗ്രി PSMOയിൽ പഠിച്ചത്. ഡിഗ്രിയോട് കൂടി പഠനം നിർത്തുവാനുണ്ടായത്. അപ്പോൾ അന്നത്തെ കാലത്ത് ഒരു കോളേജ് വിദ്യാഭ്യാസം അനുഭവിക്കാനും അതിൻ്റെ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയം ഒക്കെ ആ രംഗത്തൊക്കെ സജീവമാകാനും ഒക്കെ ഉള്ളൊരു അവസരം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ വളരെ നേരത്തെ തന്നെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ തന്നെ സജീവമായി സംഘടനാ രംഗത്തേക്ക് വന്നു. അതിനുശേഷം യൂത്ത് ലീഗിലും സജീവമായി പ്രവർത്തിക്കാൻ അവസരം കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാണ് ഒരു യൂത്ത് ലീഗ് കാലം ഓർത്തെടുക്കുന്നത്? പഞ്ചായത്ത് കമ്മിറ്റിയിൽ അതേപോലെ മണ്ഡലം തലങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ഘട്ടം എങ്ങനെയായിരുന്നു? യൂത്ത് ലീഗിൽ ശാഖ കമ്മിറ്റി മുതൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മുടെ ശാഖയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് യൂത്ത് ലീഗിൻ്റെ സഹഭാരവാഹി ആയിട്ടുണ്ട്. അതിൻ്റെ
ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ്, ട്രഷറർ പദവികളാണ് യൂത്ത് ലീഗ്. അതൊരു വലിയ ദീർഘകാലം, ഏകദേശം ഒരു 10 വർഷത്തോളം യൂത്ത് ലീഗിൻ്റെ വിവിധ കമ്മിറ്റികൾ പ്രവർത്തിച്ചിട്ടുണ്ട്. മലപ്പുറം നിയോജകമണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിലും പ്രവർത്തിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. ബഹുമാനായ പി ഉണ്ണികൃഷ്ണൻ, അതുപോലെ തന്നെ അടക്കമുള്ള ആളുകൾ അന്ന് മലപ്പുറം മണ്ഡലം യൂത്ത് ലീഗിൻ്റെ കമ്മിറ്റിയിലുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ കൂടെ പ്രവർത്തിക്കാൻ, ആ പഴയ കാലത്ത് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും. അന്നത്തെ എന്തെങ്കിലും ഓർമ്മകൾ പങ്കുവെക്കാനായി ഉണ്ടോ? പഴയ കാലത്ത് സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഒരു, പക്ഷെ അന്നത്തെ ഒരു രീതിയും ഇന്നത്തെ ഒരു ശൈലിയൊക്കെ വലിയ മാറ്റം ഉണ്ടല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? യൂത്ത് ലീഗ് കാലഘട്ടത്തിൽ ഒരുപാട് ഓർമ്മകൾ പങ്കുവെക്കാനുണ്ട്. അതൊരു അഭിമുഖത്തിൽ ഒതുങ്ങുന്നതല്ല. ബഹുമാനെ കോയത്തങ്ങൾ, പക്ഷെ അദ്ദേഹത്തിൽ നിന്നാണ് ഒരു പക്ഷേ നമ്മൾ രാഷ്ട്രീയത്തിൻ്റെ ബലപാഠം തന്നെ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ അതായിരിക്കും ശരി. അദ്ദേഹത്തിൻ്റെ വസതിയായിരുന്നു ആ കാലഘട്ടത്തിൽ പാർട്ടിയുടെ ആസ്ഥാനമാണ്. അവിടെയാണെന്ന് MSF യോഗം ചേരാറും യൂത്ത് ലീഗ് യോഗം ചേരാറും പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കലും ഒക്കെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ വിവിധ കോണുകൾ ഇരുന്നു കൊണ്ട് തന്നെയാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു കേന്ദ്രം എന്നുള്ളത് ഒരു ഓഫീസായിട്ട് അദ്ദേഹത്തിൻ്റെ വീട് തന്നെയാണ് പ്രവർത്തിച്ചത്. ആ കാലഘട്ടത്തിൽ പഴയകാല ആളുകൾക്കത് തീർച്ചയായും ഒരു നല്ലൊരു അനുഭവം തന്നെ. യൂത്ത് ലീഗ് പ്രവർത്തനത്തിൻ്റെ സമയത്ത് അന്ന് എനിക്ക് തോന്നുന്നു ഈ പൂക്കോയ തങ്ങളുടെ ഒരു സ്മരണികയൊക്കെ ഇറക്കിയത്, കുറേ പഴയ ഒരു സ്മരണിക ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങയുടെ കാലത്താണ് ഇറക്കിയത് എന്നാണ് മനസ്സിലായത്. 96 നവംബർ 10-ാം തീയതിയാണ് അദ്ദേഹം മരണപ്പെടുന്നത്. 97-ലാണ് പഞ്ചായത്ത് യൂത്ത് ലീഗ് അത്തരത്തിലൊരു സ്മരണിക പ്രകാശനം ചെയ്യുന്നത്. അന്നത്തെ നമുക്ക് ലഭ്യമായ എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അഭിമുഖം, ലേഖനങ്ങൾ ഒക്കെ തങ്ങളുടെ ഒരു ജീവിത യാത്ര അതിൽ സാധിച്ചിട്ടുണ്ടെന്ന സന്തോഷമാണ്. അത് അങ്ങയുടെ ഒരു യൂത്ത് ലീഗ് കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമായിട്ട് നമുക്ക് വിലയിരുത്താം. കാരണം പൂക്കോയത്തങ്ങളുടെ മറ്റൊരു സ്മരണിക ഒന്നും ഇല്ല എന്ന് തോന്നുന്നു. അത് മാത്രമാണ് ഇന്ന് ഒരു ചരിത്രമായിട്ട് അല്ലെങ്കിൽ വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമായിട്ടുള്ളത്. അത് മാത്രമാണെന്നാണ് മനസ്സിലാകുന്നത്. പിൽക്കാലത്തിൽ കമ്മിറ്റികളൊക്കെ വിപുലമായി അത് ഒന്നും കൂടി പ്രവർത്തിക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിലും പക്ഷെ അതിന് ശേഷം വീണ്ടും ആ രീതിയിലൊരു സൃഷ്ടികൾ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ യൂത്ത് ലീഗിൽ അതേപോലെ അന്നത്തെ ഈ പറഞ്ഞ പോലെ തന്നെ പുതിയ കാലത്ത് എന്ന് പറയുന്നത് ടെക്നോളജിയുടെ ഒരു കാലമാണ്. ഇന്നിപ്പോൾ വാട്സപ്പിൽ കാര്യങ്ങൾ അറിയിക്കാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. അതേപോലെ ഒരുപാട് സൗകര്യങ്ങളൊന്നുണ്ട്. അന്നത്തെ ഒരു സംഘടനാ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഒരുപാട് ഇതിനേക്കാളേറെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ സഹിച്ചുകൊണ്ടുള്ള ഒരു ശൈലിയായിരിക്കും ഉണ്ടാവുക. മാത്രമല്ല അന്നത്തെ ഒരു സമരമുറകൾ, അന്നത്തെ ഒരു രീതികൾ ഒക്കെ വ്യത്യസ്തമായിരിക്കും. അതൊക്കെ എങ്ങനെയാണ് ഒരു പുതിയ തലമുറയ്ക്ക് വേണ്ടി ഒന്ന് പങ്കുവെക്കുകയാണെങ്കിൽ? അത് വാട്സപ്പ്, മൊബൈല്, ലാൻഡ് ഫോൺ പോലും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. കമ്മ്യൂണിക്കേഷൻ എന്നതാൽ അത് പോയി പറയുക എന്ന് മാത്രമാണ് അന്ന്. അത് ഇന്നത്തെ പോലെ ബൈക്കോ അല്ലെങ്കിൽ അത് അനുയോജ്യമായ റോഡുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. മലമ്പാതകളും മൺപാതകളും ഒക്കെ തന്നെ ആയിരുന്നു ഓരോരുത്തരും പല ഭാഗങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ആ കാലഘട്ടത്തിൽ അതൊരു പ്രയാസകരമായിട്ട് തോന്നിയിട്ടില്ല. നമ്മൾ ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് കാലത്ത് നോക്കി കാണുമ്പോഴേ അതൊരു പ്രയാസം എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കുള്ളൂ. അന്ന് അതൊക്കെ ഒരു നല്ല അനുഭവം തന്നെ ആയിട്ടുണ്ട്. അന്നും ഊരകം പഞ്ചായത്തിൽ നമ്മുടെ മുസ്ലിം ലീഗും പാർട്ടിയും ഒക്കെ ശക്തമായിട്ട് തന്നെ ഇതേപോലെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ശക്തമായ നേതൃത്വം തന്നെയായിരുന്നു. അങ്ങനെ തങ്ങൾ, അതുപോലെ തന്നെ ഹൈദരാജി, അദ്ദേഹത്തിനൊക്കെ നേതൃത്വം എടുത്തു പറയേണ്ടതെന്നാണ്. സംഘടനയ്ക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച വ്യക്തികളാണ് അവരൊക്കെ. ഒരുപാട് KP ഖാദർ കുട്ടി ഹാജി, അങ്ങോട്ട് കുഞ്ഞീദ് ഹാജി, യൂസഫ് ഹാജി, മൊയ്ദു ഹാജി, മൊയ്തി മുസ്ലിയാർ, അങ്ങനെ ഒരുപാട് വന്യ പിതാവ് അടക്കമുള്ള ഒരു വലിയ തലമുറ തന്നെ അവരുടെ കൂടെ പ്രവർത്തിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ ആ കാലത്തെ സമുന്നതരായ നേതാക്കളോടൊത്തുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും പങ്കുവെക്കാനുണ്ടെങ്കിൽ? പൂക്കോയത്തങ്ങളുടെ കൂടെ യാത്ര ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു മകനെ നൽകുന്ന ഒരു പരിഗണനയിലാണ് അദ്ദേഹം നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ഒരു സ്നേഹവും കരുതലും ഒക്കെ അനുഭവിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അത് 80-കൾ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ഒരു ചെറിയ പ്രായമായിരിക്കും തന്നെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ പൂക്കോയത്തങ്ങൾ പരിഗണിക്കുകയും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്.
തീർച്ചയായും ഏറ്റവും പ്രായം കുറഞ്ഞ ഡയറക്ടർ എന്ന് ഞാനായിരുന്നു. ആ ആ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റും ഞാൻ തന്നെ ആയിരുന്നു. അങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ വലിയ ഉത്തരവാദിത്തങ്ങൾ ഒക്കെ അല്ലെങ്കിൽ വലിയ പ്രവർത്തിക്കാനുള്ള വലിയ അവസരങ്ങളൊക്കെ അങ്ങേക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പോഴാണ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള അവസരം ഉണ്ടാകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഒരു ജനപ്രതിനിധിയാകാൻ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരാതിരുന്നത് എന്തുകൊണ്ടാണ്? അത് പിന്നെ അത്തരമൊരു അവസരം ഇല്ലാതായത് പാർട്ടി പരിഗണിക്കപ്പെടാതെ പോയതാണോ? അതല്ല അങ്ങേക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണോ? എന്തുകൊണ്ടാണ് ഇത്രയേറെ വൈകിയത്? അല്ല, ഒരു മത്സരത്തിനൊരു കാലയളവ് നിശ്ചയിക്കാൻ സാധിക്കില്ല. പരിഗണിക്കാതെ പോയി എന്നത് ശരിയല്ല. ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. പിന്നെ ആ ഒരു സാഹചര്യം ഒരു പക്ഷേ മറ്റ് പദവികൾ ഉള്ളത് കൊണ്ട് നിർവഹിക്കാനുള്ള സമയത്തിൻ്റെ ഒരു പ്രശ്നം കൂടെ ഉണ്ടായിട്ടാണ് ഇത്തരം പദവിയിലേക്ക് നിയോഗിക്കപ്പെടാത്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഒരു അവസരം വന്നിരിക്കുകയാണ്. അതേപോലെ തന്നെ രാഷ്ട്രീയത്തിൽ എങ്ങനെ MSF യൂത്ത് ലീഗിലൊക്കെ പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ ബാങ്കിലെ സ്ഥാനം പറഞ്ഞു, മറ്റു ഉത്തരവാദിത്തങ്ങളും വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഏറെക്കാലം സ്കൂളിൻ്റെ വേങ്ങര ഹൈസ്കൂളിൻ്റെ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ PTA പ്രസിഡൻ്റായിട്ട് പ്രവർത്തിച്ചു. മറ്റു ഉത്തരവാദിത്തങ്ങളും അങ്ങയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. ഏതൊക്കെയാണ് ആ ഉത്തരവാദിത്തങ്ങൾ? അതേപോലെ അത് എങ്ങനെയാണ് അങ്ങ് അതിൻ്റെ ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയത്? ഹൈസ്കൂളിൻ്റെ PTA വരുന്നത് 2009. എൻ്റെ മൂത്ത മകനെ ഹൈസ്കൂളിൽ ചേർത്തിയ ആ വർഷത്തിൽ ഇതിൻ്റെ PTA വരിക ചെയ്തു. എൻ്റെ ഏറ്റവും കൗതുകരമെന്ന്, ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ എന്നെ പഠിപ്പിച്ച അധ്യാപകന് ആ വർഷം റിട്ടയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് യാത്രയപ്പ് നടത്താനുള്ള അവസരം എനിക്കുണ്ടായി എന്നുള്ളതാണ്. PTA പ്രസിഡന്റ് എന്നുള്ളത് അതൊരു വല്ലാത്ത കൗതുകമുള്ളൊരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ അധ്യാപകൻ ഉണ്ടാകുന്ന ഒരു സന്തോഷവും അദ്ദേഹം പലപ്പോഴും എടുത്ത് പറയാറുണ്ട്. PTA പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ഹൈസ്കൂളിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെ ഇപ്പം മാറിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തുണ്ടായിരുന്ന ആ പഴയ ബിൽഡിങ്ങൊക്കെ പൊളിച്ചുപോയി. അന്ന് ഈ പരിഹാസത്തോടു കൂടി കുട്ടികളൊക്കെ അങ്ങനെ ആട്ടിൻകൂട് എന്ന് പറഞ്ഞൊരു ബിൽഡിങ്ങൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പൊളിച്ചു പോയി, പുതിയ കെട്ടിടങ്ങൾ വന്നു. പുതിയൊരു ഘടനയിലേക്ക് ആ സ്കൂളിൻ്റെ ഒരു കോമ്പൗണ്ട് വരുന്ന സാഹചര്യം ഉണ്ടായി. അതിലൊക്കെ അങ്ങയുടെ ഒരു വല്ലാത്ത പരിശ്രമം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് സാധ്യമാക്കിയത്? ജനപ്രതിനിധികളുടെ, നമ്മുടെ MLA MP മാരൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു ഫണ്ട് ആ സ്കൂളിൽ വരികയും അതിൻ്റെ ഒരു മാറ്റം, ഒരു വികസനം അവിടെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പിന്നിലുള്ള ഒരു പരിശ്രമത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഘട്ടം ഘട്ടമായിട്ടാണ് അത് സാധിച്ചത്. 10ഓളം കെട്ടിടങ്ങൾ, പഴയ കെട്ടിടങ്ങൾ സ്കൂളിൽ നിന്ന് പൊളിച്ചു മാറ്റിയിട്ടുണ്ട് വിവിധ വർഷങ്ങളിലായിട്ട്. ഹയർ സെക്കൻഡറി 2 ഹയർ സെക്കൻഡറി ബാച്ചുകളാണ് ഞാൻ PTA ഉണ്ടായിരുന്നത്. ഇപ്പോൾ 9 ഹയർ സെക്കൻഡറി ബാച്ചുകളുണ്ട്. അതുപോലെ തന്നെ ലാബ് സൗകര്യങ്ങളൊക്കെ ഒരുപാട് വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ ലാബ്, ഫിസിക്സ് ലാബ്, സയൻസ് ലാബ്, ഓഫീസുകൾ ഹൈടെക് ആക്കിയിട്ടുണ്ട്. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ വിഭാഗങ്ങളിലെ ഓഫീസുകൾ, സ്റ്റാഫ് റൂമുകൾ, അതെല്ലാം ഇന്ന് ഹൈടെക് നിലവാരത്തിലാണ് ഉള്ളത്. ഇതൊക്കെ നല്ലൊരു സ്റ്റേജ് സ്കൂളിൽ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം ജില്ലയിൽ തന്നെ ഏറ്റവും നല്ലൊരു മികച്ച സ്റ്റേജാണ്. ഗ്രീൻ റൂം, വാഷ്റൂം, വെയിറ്റിംഗ് ഏരിയ എല്ലാം ഉൾക്കൊള്ളുന്ന വലിയൊരു സ്റ്റേജ് വിദ്യാലയത്തിനുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു പ്രവേശന കവാടം ബഹുമാനപ്പെട്ട MLA ഫണ്ട് ഉപയോഗിച്ച് സാധിച്ചിട്ടുണ്ട്. ഇത് മുഖ്യമായും MLA കുഞ്ഞാലിക്കുട്ടി സാഹിബ് മന്ത്രിയായ സമയത്ത് അനുവദിച്ച ഒരു കെട്ടിടം, പിന്നീട് അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ട് കൊണ്ട് ലഭ്യമായ കിഫ്ബി മുഖേന ലഭിച്ച ഒരു കെട്ടിടം. ബാക്കി എല്ലാം മലപ്പുറം ജില്ലാ പഞ്ചായത്താണ്. അത് ബഹുമാനപ്പെട്ട കുഞ്ഞു സാഹിബ് വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം സ്കൂളിന് കാര്യമായ സഹായം ചെയ്തിട്ടുണ്ട്. ഉണ്ണികൃഷ്ണന് പ്രസിഡന്റായ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഡിവിഷൻ അല്ലാഞ്ഞിട്ട് പോലും വ്യക്തിപരമായ അദ്ദേഹത്തോടുള്ള സൗഹൃദം നമ്മൾ ഉപയോഗപ്പെടുത്തി സ്കൂളിന് കുറേ നേട്ടങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ TP ബഷീർ സാഹിബ്, അദ്ദേഹം ഈ ഒരു 5 വർഷത്തെ കാലയളവിൽ 3.5 കോടിയോളം രൂപ സ്കൂളിന് വിവിധങ്ങളായ
അനുവദിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ 5 വർഷത്തെ ജില്ലാ പഞ്ചായത്ത് പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന് അനുവദിച്ച വിഹിതം 12.5 കോടിയാണ് അദ്ദേഹം പറഞ്ഞത്. ഈ 5 വർഷം 12.5 കോടി. അദ്ദേഹത്തിൻ്റെ ഡിവിഷൻ 3 ഹൈസ്കൂളുകളുണ്ട്. അതോടൊപ്പം തന്നെ റോഡ്, മറ്റ് വികസന കാര്യങ്ങൾക്കൊക്കെ ഫണ്ട് ലഭ്യമാക്കേണ്ടത്. അതിൽ നിന്നാണ് വേങ്ങര ഹൈസ്കൂളിൽ മാത്രം 3.5 കോടിയോളം രൂപ ലഭ്യമായത് എന്നുള്ളത് അദ്ദേഹത്തോട് കടപ്പാടും നന്ദിയും അറിയിക്കാം. 12 കോടിയിൽ 3.5 കോടിയും നമുക്ക് നമ്മുടെ സ്കൂളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പിന്നിലെ ഒരു രസതന്ത്രമാണ് എന്താണ്? അതായത് PTA പ്രസിഡന്റുമാർ ഒരുപാട് ഉണ്ടാകുന്നുണ്ട്, പക്ഷേ ഒരു ജനപ്രതിനിധിയെ പോലെ വികസനങ്ങൾ കൊണ്ടുവരാൻ കഴിയുക എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഈ ജനപ്രതിനിധികളോടൊക്കെ ബന്ധപ്പെടുകയും അവരോട് ഇതൊക്കെ ആവശ്യപ്പെടുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യേണ്ടതുണ്ടല്ലോ. ഒരു പക്ഷേ എല്ലാ PTA പ്രസിഡന്റുമാരൊന്നും അങ്ങനെ ശ്രദ്ധിക്കാത്തവരാണ്. അപ്പോൾ അത് എങ്ങനെയാണത് സാധിച്ചെടുത്തത് എന്നുള്ളതാണ് അറിയാനുള്ളത്. അല്ല, സ്കൂളിലെ എല്ലാ കാര്യങ്ങളും മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലാണ് ഹൈസ്കൂളുകളും ഹയർ സെക്കൻഡറി സ്കൂളുകളും വരാം, ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ. അപ്പോൾ നമ്മൾ സ്കൂളുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നമ്മൾ അവരുമായി സംബന്ധിക്കാറുണ്ട്, അവരുടെ അഭിപ്രായം ആരാറുണ്ട്, എല്ലാ ആവശ്യങ്ങളും അവരുടെ മുന്നിൽ അവതരിപ്പിക്കാറുണ്ട്. അത് പദ്ധതി തയ്യാറാക്കുന്ന സമയത്ത് ആവശ്യങ്ങൾ ഉന്നയിച്ചാൽ മാത്രമേ അവർക്ക് പദ്ധതി ഉൾപ്പെടുത്താനോ അതുപോലെ തന്നെ നടപ്പാക്കാൻ സാധിക്കുള്ളൂ. പദ്ധതിക്ക് അനുമതി കിട്ടുകയും അതിന് ഫണ്ട് അലോട്ട്മെൻറ്റ് നടക്കുകയും ചെയ്തതിന് ശേഷം നമ്മൾ ആവശ്യങ്ങളുമായി ചെന്നിട്ട് അവർക്കൊന്നും ചെയ്യാൻ സാധിക്കും. നമ്മുടെ സാങ്കേതിക കാര്യങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ ഇതാ സമയത്ത് നമ്മളെ പദ്ധതിയുമായി പ്രൊജക്റ്റുമായി നമ്മൾ സമീപിക്കുകയും അതിനോട് അനുഭാവപൂർവമായ സമീപനം അവരുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്യുമ്പോൾ യോജിച്ചുള്ള ഒരു പ്രവർത്തനത്തിലൂടെയാണ് ഇതൊക്കെ സാധ്യമാകുക. ഒരു പ്രസിഡന്റ് വിചാരിച്ചാലോ ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഒരു രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച വലിയൊരു പരിചയസമ്പത്ത്, അതോടൊപ്പം ഇവരോടൊക്കെയുള്ള നല്ല ബന്ധങ്ങൾ ഒക്കെ അങ്ങേക്ക് നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തന പരിചയമുള്ളവർക്കാണല്ലോ അതിൻ്റെ പദ്ധതി സമർപ്പിക്കേണ്ട ഒരു സമയവും സന്ദർഭമൊക്കെ നോക്കി അവർക്ക് മുന്നിൽ വെക്കാനും അത് നേടിയെടുക്കാനൊക്കെ കഴിയുക. അത് ഒരു പക്ഷേ അങ്ങേക്ക് ഗുണം ചെയ്തിട്ടുണ്ടാവും തോന്നുന്നു. തീർച്ചയായും. ഞാരുകുട്ടി സാഹിബൊക്കെ സ്കൂളിനോട് കാണിക്കുന്ന താല്പര്യം, പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു പൂർവ്വ വിദ്യാലയം എന്ന ഒരു പരിഗണന അദ്ദേഹം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വിദ്യാലയത്തിൽ നല്ലൊരു ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറി സർക്കാർ ഫണ്ടല്ല, അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലി അനുവദിച്ചൊരു തുകയാണ്. 25 ലക്ഷം രൂപ ആ കുടുംബം അനുവദിച്ചാണ് അത് നവീകരിച്ചതും. പുസ്തകങ്ങൾ ഒരു ഹൈസ്കൂളിൽ അത്ര വലിയൊരു ലൈബ്രറി പക്ഷേ നമ്മുടെ സമീപത്തെ വിദ്യാലയങ്ങളൊന്നും ഉണ്ടാവില്ല. വർഷങ്ങളായി ഒരു ലൈബ്രറിയന് ശമ്പളം നൽകുന്നതും അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്നാണ്. ഇപ്പോഴും ശമ്പളം നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. സർക്കാരല്ല, അദ്ദേഹത്തിൻ്റെ ഫാമിലിയാണ് അത് നൽകിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് തന്നെ മാനേജ്മെൻറ്റിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി, മുസ്ലിം ലീഗ് പാർട്ടി നേതൃത്വം നൽകുന്ന പല വിദ്യാലയങ്ങളുമുണ്ട് ഈ മണ്ഡലത്തിൽ തന്നെ. ചെറുതെത്തിങ്ങാനടക്കമുള്ള പല സ്ഥാപനങ്ങൾ അതിനൊന്നും നൽകാതെ അത് വേങ്ങര ഹൈസ്കൂളിൽ മാത്രം നൽകിയത് ഒരുപക്ഷെ അദ്ദേഹത്തിന് നമ്മോടുള്ള താല്പര്യം, ഈ വിദ്യാലയത്തിനുള്ള താല്പര്യം കൊണ്ട് തന്നെ ആയിരിക്കാം. ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്കുള്ള സ്വാഭാവികമായിട്ടൊരു വൈകാരികമായ ബന്ധം ഉണ്ടാവും. അതോടൊപ്പം നമ്മൾ ഇതൊക്കെ സമീപിച്ച് നേടിയെടുക്കുക എന്ന് പറയുന്നൊരു കാര്യം കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് ചെയ്യാനായി എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കൂളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് പറ്റി എന്നുള്ളതും കൂടെയാണ്. തീർച്ചയായും അത് ഒരു വലിയ സംഭവമായിരുന്നു. ആ ലൈബ്രറി ഉദ്ഘാടനം അന്ന് ശശി തരൂർ MP, അത് ഞാരുട്ടി സാഹിബ്, മുനീർ സാഹിബ്, PU അബ്ദുൽ വഹാബ് MP, സയ്യിദ് മുനവ്വർ ശിഹാബ് തങ്ങൾ അടക്കമുള്ള അബ്ദുൽ സമദ് സമദാനി, മലപ്പുറം ജില്ലാ കളക്ടർ അടക്കമുള്ള ഉന്നതരായ വ്യക്തികൾ പങ്കെടുത്ത ഏറ്റവും വലിയൊരു ചടങ്ങായിരുന്നു അത്. സ്കൂളുമായി ബന്ധപ്പെട്ട ഒരുപാട് ഓർമ്മകൾ പങ്കുവെക്കാനുണ്ട്. സ്കൂളിൻ്റെ ഒരു PTA പ്രസിഡന്റ് എന്നുള്ള നിലക്ക് എത്ര വർഷമാണ് പ്രവർത്തിച്ചത്? 17 വർഷം. ഒരു ദീർഘകാലം PTA പ്രസിഡന്റ് എന്ന് പറയാൻ പറ്റുന്നൊരു സമയം ചിലവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു നല്ല അനുഭവം എന്നുള്ളത് എടുത്തു പറയാൻ പറ്റുന്ന എന്താണുള്ളത്? ഒരുപാട് അനുഭവങ്ങൾ പറയാം. സബ് ജില്ലാ കലോത്സവം കാലഘട്ടത്തിൽ ഹൈസ്കൂൾ നടന്നു. അതിനുശേഷം ജില്ലാ മലപ്പുറം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ആതിഥ്യം വരുവാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ സ്കൂളിൽ വെച്ച്.
അപ്പോൾ സ്വാഭാവികമായിട്ടും PTA കമ്മിറ്റിക്ക് വലിയ റോൾ ഒരു മെഗാ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം 2015 നടത്താൻ സാധിച്ചിട്ടുണ്ട്. സബ് ജില്ലാ ശാസ്ത്രോത്സവം സ്കൂളിൽ വെച്ച് നടത്താം ഈ കാലഘട്ടത്തിലാണ് നടത്തുന്നത്. ഒരുപാട് ഓർമ്മകൾ. അപ്പോൾ ആ ഒരു കാലത്ത് ഒരുപാട് കാര്യങ്ങൾ സ്കൂളിന് വേണ്ടി ചെയ്യാനും അതേപോലെ സ്കൂൾ ഇത്തരം വലിയ വലിയ ഗ്രാൻഡ് ഇവൻറ്റുകൾക്ക് ആതിഥ്യം അരുളുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അത് വളരെ വിജയകരമായി പൂർത്തീകരിച്ചു എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണല്ലോ. ആ ഉത്തരവാദിത്തം അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? തീർച്ചയായും സ്കൂളിൻ്റെ ഒരു സമഗ്ര ചരിത്രം നമുക്ക് ഇതുപോലെ സോവിനിയർ രൂപത്തിൽ രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ സ്കൂളിൻ്റെ പൂർവ്വ കാലഘട്ടത്തിൽ നിന്നും അത്തരം ഒരു ലിഖിതങ്ങളില്ല എന്നാണ്. സ്കൂളിന് സ്ഥലം അനുവദിച്ച ബഹുമാനായ ഹൈക്കോടതി വക്കീലായിരുന്നു മുഹമ്മദ് നഹ, അവരുടെ ഫോട്ടോ എവിടെയും ലഭ്യമായിരുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ പരപ്പനങ്ങാടിയിലെ വസതി കുടുംബവുമായി ബന്ധപ്പെട്ട് ആ ഒരു ഫോട്ടോ നമ്മൾ ശേഖരിക്കുകയും അത് സോവനിയർ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചരിത്രം അങ്ങനെ പുറത്തെടുക്കാൻ വേണ്ടി പറ്റി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് മജീദാക്ക എപ്പോഴും ചരിത്രത്തോട് വലിയ താല്പര്യമുള്ള ആളാണ്. അതേപോലെ നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാതെ നല്ല രാഷ്ട്രീയ നിലപാടുള്ള ഒരാളാണ്. പരിസ്ഥിതിയോട് പ്രകൃതിയോട് ഒക്കെ നല്ല സ്നേഹമുള്ള, പ്രകൃതിക്കിണങ്ങുന്ന തരത്തിൽ പ്രവർത്തിക്കണമെന്നും പ്രകൃതിക്ക് കോട്ടം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തമായി ഉയർന്ന ചിന്താഗതിയും നിലപാടൊക്കെ കാത്തു സൂക്ഷിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് അങ്ങനെ ഒരു നിലപാടിലേക്ക് നമ്മൾ അങ്ങയുടെ ഒരു വ്യക്തിത്വം രൂപപ്പെട്ടു വന്നത് എന്നുള്ളതാണ് അറിയാനുള്ളത്. നിലപാടുകൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. എന്തായാലും ഒരു നിലപാട് സ്വീകരിക്കാത്ത ഒരാളെ ഒരു വ്യക്തിത്വം പൊതുരംഗത്ത് അത് സാധ്യമല്ല. ചില കാര്യങ്ങളിൽ യോജിക്കേണ്ടി വരും, ചില കാര്യങ്ങൾ വിയോജിക്കേണ്ടി വരും. അത് പൊതുപ്രവർത്തനത്തിൻ്റെ ഇടയിൽ എല്ലാവർക്കും സംഭവിക്കുന്ന ഒന്ന് തന്നെ. അപ്പം അത് ആർജിച്ചെടുത്തത് വായനയിലൂടെയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള വ്യക്തികളുമായിട്ടുള്ള ഇടപെടലുകളിലൂടെയോ അതോ ഇത് രക്തത്തിൽ തന്നെ ഉള്ള ഒന്നാണോ, ജന്മനാ ഉള്ള ഒന്നാണോ? പിതാവ് സാമൂഹ്യ രംഗത്ത് ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ചാക്കിരി അമ്മക്കുട്ടി സാഹിബ് അടക്കമുള്ള ആളുകളുമായി പൊതുരംഗത്തുണ്ടായിരുന്നു. CH മുഹമ്മദ് കോയ സാഹിബുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു. പണക്കാട് കുടുംബമായിട്ട് പൂക്കോയത്തങ്ങൾ, സെയ്ദ് മുഹമ്മദ് അലി ഷാബ് തങ്ങൾ, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരുന്ന വ്യക്തിത്വമായിരുന്നു. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഊർജവും അതിൻ്റെ ഒരു ആർജവും ഒക്കെ അങ്ങേക്കും കിട്ടിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായും. യെസ്. അത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോയിട്ടുള്ള നിലപാടുകൾ ഇപ്പോൾ പല വിഷയങ്ങളിലും സമൂഹം ഒരു ജനക്കൂട്ടം സ്വീകരിക്കുന്ന ഒരു നിലപാടുണ്ടാവും. അതൊരു പക്ഷേ ആവേശത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എടുക്കുന്ന ഒരു ജനക്കൂട്ടത്തിൻ്റെ ഒരു വികാരം എന്ന് പറയുന്നത്, അഭിപ്രായം എന്ന് പറയുന്നത് പലപ്പോഴും തെറ്റായിരിക്കും. അതിനപ്പുറത്തേക്ക് ഉയർന്ന് ചിന്തിക്കുക എന്ന് പറയുന്നത് അതൊരു മറ്റൊരു തലമാണ്. അങ്ങനെ ചിന്തിക്കുന്നതായിട്ട് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. അത് പല വിഷയങ്ങളിലും, ഞാൻ ഈ പറഞ്ഞ സാമൂഹ്യ വിഷയങ്ങളിലാവാം അല്ലെങ്കിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കും, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അതെങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത്, അതിലുള്ള അങ്ങയുടെ നിലപാടുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി താല്പര്യമുണ്ട്. അതല്ല, അത് നമ്മൾ ഒരു വിഷയത്തിൽ ഇടപെടുമ്പോൾ സമൂഹത്തിൽ അതിനുണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, മനുഷ്യരെ ഭിന്നിപ്പിക്കുക, അത് എന്തിൻ്റെ പേരിലാണ്, അത് നമ്മുടെ പ്രവർത്തനം ഒരിക്കലും അതിന് കാരണമാകരുത് എന്ന് നമ്മൾ ആഗ്രഹമുണ്ട്. അതാകുമ്പോൾ സംസാരമാകാം, പ്രവൃത്തിയാകാം, ചിന്ത ഒക്കെ ആകാം. അത് മനുഷ്യർക്കിടയിലും മതങ്ങൾക്കിടയിലും സമുദായങ്ങൾക്കിടയിലുമൊക്കെ നമ്മുടെ പ്രവർത്തനം യോജിപ്പ് ഉണ്ടാക്കുന്ന അതല്ലെങ്കിൽ നമ്മൾ പൊതുരംഗത്ത് നിന്നത് പ്രയോജനമില്ല. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ സ്വാഭാവികമായിട്ടും പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറയുമ്പോൾ പരസ്പരം മുഖം നോക്കുന്ന ആളുകൾ, പരിചയമുള്ളവർ, കുടുംബ ബന്ധുക്കൾ ഒക്കെയാണ് പരസ്പരം മത്സരിക്കുക. പരസ്പരം എതിർ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി, രണ്ട് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി നിലകൊള്ളുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ വാർഡിലും അത്തരമൊരു സാഹചര്യം സ്വാഭാവികമായിട്ടും ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ പ്രവർത്തകരോട് അതേപോലെ വാർഡിലെ ജനങ്ങളോട് ഒക്കെ എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? അല്ല, അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ആണ്. നമ്മൾ രാഷ്ട്രീയ പാർട്ടിയുടെ, രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയായിക്കൊണ്ട് തന്നെ മത്സരിക്കുന്നത്.
അവിടെ ബന്ധങ്ങളോ ആ ഇത്തരം കാര്യങ്ങളിൽ പ്രതിപാദിക്കപ്പെടേണ്ടതില്ല. ഒരു കുടുംബത്തിൽ തന്നെ പല ആളുകളും തമ്മിൽ മത്സരിക്കാറുണ്ട്. അത് ആ ബന്ധത്തിന് വിഘാതം ഉണ്ടാക്കുന്ന ഒന്നാണ് മത്സരം എന്ന് ഞാൻ കരുതുന്നില്ല. രാഷ്ട്രീയമായ എതിർപ്പും വിയോജിപ്പും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ബന്ധങ്ങൾ നിലനിർത്താൻ സാധിക്കും. അങ്ങനെ ബന്ധങ്ങൾക്ക് കോട്ടം തട്ടുന്ന ഒന്നും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനും പാടില്ല. അങ്ങനെ നമുക്ക് ഇല്ല, അങ്ങനെ ബന്ധങ്ങൾ കോട്ടം തട്ടി പിന്നെ ഒരു പൊതുപ്രവർത്തനത്തിന് പ്രസക്തി ഇല്ലല്ലോ. അതെ അതെ. അപ്പോൾ ഇനി നമ്മുടെ ഒരു ജനപ്രതിനിധി ആയിക്കഴിഞ്ഞാൽ അങ്ങേക്കുണ്ടാകുന്ന ഒരു വികസന കാഴ്ചപ്പാട് ഉണ്ടല്ലോ, വാർഡിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് ഇനി മുന്നോട്ട് പോകേണ്ട മേഖലകൾ ഏതൊക്കെയാണ് എന്നാണ് അങ്ങ് കരുതുന്നത്? ഇപ്പം 4-ാം വാർഡിൻ്റെ ജനപ്രതിനിധി ആകുന്നതോടുകൂടി ആ വാർഡിലെ ജനങ്ങളുടെ ഏത് വിഷയങ്ങൾക്ക് മുൻഗണന കൊടുക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അങ്ങ് കരുതുന്നത്? ഒരു പഞ്ചായത്ത് വാർഡ് പ്രതിനിധീകരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായും വളരെ ചെറിയ വിഭവങ്ങളാണ് ഗ്രാമപഞ്ചായത്തിന് ലഭ്യമാകുക. അത് 19 വാർഡുകളിലേക്ക് വിഭജനം ചെയ്യുമ്പോൾ ഒരു വാർഡിലെ ആവശ്യങ്ങൾക്ക് അതൊന്നും അല്ല. വിഭവങ്ങൾ കുറവും ആവശ്യങ്ങൾ കൂടുതലും ഉള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ നിലവിലുള്ളത്. അത് മികച്ച ആസൂത്രണത്തിലൂടെ അത് പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ മാത്രമേ എന്തെങ്കിലും സാധ്യമാകുകയുള്ളൂ. അതോടൊപ്പം വിവിധ തലങ്ങളിൽ ഫണ്ടുകൾ ലഭ്യമാവും. അത് ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, MLA, MP, പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഫണ്ടുകൾ, അതോടൊപ്പം സംസ്ഥാന സർക്കാർ അനുവദിക്കുന്ന പ്ലാൻ ഫണ്ടുകൾ, ഇത്തരം വിവിധ സോഴ്സുകളുണ്ട്. അത് അതാത് കാലഘട്ടത്തിൽ പ്രൊജക്റ്റുകൾ തയ്യാറാക്കി ബന്ധപ്പെട്ട വിഭാഗങ്ങളിലേക്ക് സമർപ്പിക്കുകയാണെങ്കിൽ, അത് ഫീസിബിലിറ്റി, അതിന് അംഗീകാരം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് നാടിന് ഏറെ ഗുണം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഒരു പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ, പരിമിതമായ കാര്യങ്ങൾക്കപ്പുറം നമ്മുടെ വാർഡിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അതിനു മുകളിലുള്ള സോഴ്സിൽ നിന്നൊക്കെ പരമാവധി ഫണ്ടുകൾ എത്തിക്കാൻ വേണ്ടി നമുക്ക് കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതൊരു അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കൊരു വാർഡ് മെമ്പർക്ക് അത് അവരുടെയൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും അങ്ങനെ കൂടുതൽ ഫണ്ടുകൾ എത്തിക്കാൻ വേണ്ടി കഴിയുമ്പോൾ മാത്രമാണ് സ്വാഭാവികമായിട്ടും അവിടെ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി കഴിയുക. അപ്പോൾ അതിന് അങ്ങേക്ക് സ്വാഭാവികമായിട്ടും PTA പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിച്ചപ്പോൾ ചെയ്ത അതേ മാതൃകയിൽ ഈ പറഞ്ഞ MLA, MP ഫണ്ടുകളൊക്കെ എത്തിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ചെയ്യാൻ തന്നെയായിരിക്കും അങ്ങയുടെ ഒരു പ്ലാനും? അല്ല, എൻ്റെ അനുഭവത്തിൽ മാത്രമല്ല, ഞാനൊരു വ്യക്തി എന്നതിനപ്പുറം ഒരു ഭരണസമിതി ഉണ്ടോ നിലവിലുണ്ടാവും ഒരു പഞ്ചായത്ത്. അതെ, ഈ ഭരണസമിതിയാണ് പദ്ധതികൾ ആസൂത്രണം ചെയ്യേണ്ടതും നടപ്പാക്കേണ്ടതും അതിന് മേൽഘടകങ്ങളിൽ നിന്ന് അനുമതി വാങ്ങേണ്ടതും ഒക്കെ. അതോടൊപ്പം തന്നെ ഈ ഭരണസമിതിയെ നിയന്ത്രിക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വമുണ്ട്. അത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ആ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഇടപെടലും കൂടി ചേരുമ്പോഴാണ് വിവിധ തലങ്ങളിലെ ഫണ്ട് ലഭ്യമാക്കാൻ സാധിക്കുക. അങ്ങനെ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അതിനൊരുപാട് പരിമിതികൾ. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വാർഡിലെ മത്സരം എന്ന് പറയുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ്. LDF, UDF മുന്നണികൾ മാത്രമല്ല ഇവിടെ മത്സര രംഗത്ത് ഉള്ളത്. അപ്പോൾ എന്തുകൊണ്ട് UDF വിജയിക്കണം? ഇവിടെ വ്യക്തികൾ വേറെയും മത്സരിക്കുന്നുണ്ട്, അവർക്കൊക്കെയും ഇതൊക്കെ സാധ്യമാകാമല്ലോ. എന്തുകൊണ്ട് UDF വിജയിക്കണം? അല്ല, അത് സ്വതന്ത്ര ലേബലിൽ മത്സരിക്കുമ്പോൾ അവർക്ക് ഒരുപാട് പരിമിതികളുണ്ട്. അവരെ പിന്തുണച്ച ആളുകൾ അവരുടെ കൂടെ 5 വർഷം ഉണ്ടാകണം എന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഒരു ചിഹ്നം കൊണ്ടുവന്നാൽ ഇനിയൊരു തെരഞ്ഞെടുപ്പിന് വേറെ ആളുകൾ വേറെ ചിഹ്നം കൊണ്ട് വന്നിട്ടാണ് വോട്ട് ചോദിക്കുന്നത്. UDFിനെ സംബന്ധിച്ചിടത്തോളം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാം. അപ്പോൾ ചോദിക്കാനുള്ളതും ഒരേ ചിഹ്നമാണ്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും വോട്ട് ചോദിക്കുന്നത് ഒരേ ചിഹ്നത്തിലാണ്. ഒരേ ആളുകൾ ഒരേ ചിഹ്നത്തിൽ വിവിധ തലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സമീപിക്കുന്ന ഒരു സംവിധാനമാണ് UDF. താൽക്കാലികമായി
പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം തട്ടിക്കൂട്ടി മുന്നിട്ടിറങ്ങുന്ന ആളുകൾക്ക് ആ കാര്യങ്ങൾ നേരാവിധം നിർവഹിക്കാൻ കഴിയില്ല എന്നത് മുൻകാല ചരിത്രവും അനുഭവവും നമ്മുടെ മുമ്പിലുണ്ട്. 95 മുതൽ പരീക്ഷിച്ചു വരുന്ന അല്ലെങ്കിൽ പരീക്ഷിച്ച് പരാജയപ്പെട്ട ഒരു രാഷ്ട്രീയ സംവിധാനമാണ് സ്വതന്ത്ര മത്സരിപ്പിക്കുക എന്നുള്ളത്. അതൊരു കാലഘട്ടത്തിൽ വലിയ ആവേശമായി ആളുകൾ അത് സ്വീകരിച്ചെങ്കിലും പിന്നീട് അത് വലിയ പരാജയമായിരുന്നു എന്ന് രാഷ്ട്രീയ കേരളം വിലയിരുത്തുകയും രാഷ്ട്രീയ രംഗത്തുള്ള ആളുകൾ അതിനെ നിരുത്സാഹപ്പെടുത്തുകയുണ്ടായി. ഇടതുപക്ഷമാണോ അങ്ങനെ ഒരു പ്രവണതയ്ക്ക് തുടക്കമിട്ടത്? തീർച്ചയായും UDF മെജോറിറ്റി ഉള്ള സ്ഥലങ്ങളിൽ UDF നേരിടാൻ, രാഷ്ട്രീയമായി നേരിടാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കി മാർക്സിസ്റ്റ് ആചാര്യന്മാർ മെനഞ്ഞെടുത്ത ഒരു തട്ടിക്കൂട്ട് രാഷ്ട്രീയ രീതിയാണ് ഈ സ്വതന്ത്ര പരീക്ഷണം. അത് ഇപ്പോഴും തുടർന്നു കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ്. അപൂർവം ചിലങ്ങളിൽ ഇപ്പോഴും അത് തുടർന്നു കൊണ്ടിരിക്കുന്നത്. പല പഞ്ചായത്തുകളിലും അത് ഇടതുപക്ഷം തന്നെ അത് ഉപേക്ഷിച്ചാണ്. ഇപ്പോൾ സ്വന്തം ചിഹ്നത്തിൽ ചില ഇടങ്ങളിലേക്കുമൊക്കെ അവർ മത്സരിക്കാൻ തയ്യാറായി വരുന്നു എന്നുള്ളത് സന്തോഷമാണ്. അതെ അതെ. അതോടൊപ്പം തന്നെ അത് ഇടതുപക്ഷം പരീക്ഷിക്കുന്നതോടൊപ്പം തന്നെ മറ്റു ചില ആളുകളും ആ ഒരു മാതൃക സ്വീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നൊരു കാഴ്ചയുണ്ട്. സ്വതന്ത്ര ചിഹ്നത്തിൽ വരികയും അങ്ങനെ എന്താ പറയുക, ഒരു പുതിയ ഒരു രാഷ്ട്രീയമോ ഒരു സംവിധാനമോ പ്രസ്ഥാനമോ ഒന്നുമില്ലാതെ അങ്ങനെ ഒരു വ്യക്തി മാത്രം മുന്നോട്ട് വന്ന് ഒരു ആൾക്കൂട്ടവും മുന്നോട്ട് വന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്യുന്നു. അത് എങ്ങനെയാണ്, അത് എത്രത്തോളം വിജയിക്കും? അതിൻ്റെ ഒരു സാധ്യത അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരാജയം എന്താണ്? അതിന് ഞാൻ ഉത്തരം പറയുന്നത് ശരിയല്ല. എൻ്റെ ഇത് മത്സരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് അത് തീരുമാനിക്കേണ്ടത് വാർഡിലെ വോട്ടർമാരാണ്. ഞാനതിന് അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നാണ്. വാർഡിലെ വോട്ടർമാരോട് അവസാനമായി എന്താണ് പറയാനുള്ളത്, ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ? ഈ 4-ാം വാർഡിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൻ്റെ ഭൂപ്രകൃതി, വയൽ, അതുപോലെ കരഭൂമികൾ, ചെരിഞ്ഞ ഇടങ്ങൾ, പല വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അതിസമ്പന്നരുണ്ട്, ഇടത്തരക്കാരുണ്ട്, വളരെ ദരിദ്രാവസ്ഥയിൽ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. നടവഴി പോലും ഇല്ലാത്ത ആളുകൾ ഈ വാർഡിൽ താമസക്കാരായിട്ടുണ്ട്. സമ്പന്നരെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിൻ്റെ എന്തെങ്കിലും ആനുകൂല്യം അവർ പ്രതീക്ഷിക്കുന്നില്ല, അവർക്കതിൻ്റെ ആവശ്യമില്ല. ഇടത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം പലർക്കും ആവശ്യം റോഡിൽ ഒരു ബൾബ് ഇടുക, അല്ലെങ്കിൽ അത്തരം ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഒരു റോഡിന് കോൺക്രീറ്റ് അല്പം കൂട്ടുക, ചെറിയ ആവശ്യങ്ങൾ. അതിനേക്കാളൊക്കെ ഉപരി വലിയ വലിയ കാര്യങ്ങൾ നാട്ടിൽ ചെയ്യേണ്ടത്, കാലഘട്ടത്തിനനുസരിച്ചുള്ള പ്രവർത്തികൾ ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ്. വളരെ അരികു നിൽക്കുന്ന ആളുകളെ മുഖ്യധാരയിൽ ചേർത്ത് പിടിക്കാൻ പക്ഷെ ഒരു മെമ്പർ എന്ന നിലക്ക് സാധ്യമായില്ലെങ്കിലും പരമാവധി ലഭ്യമായ സോഴ്സുകൾ ഉപയോഗിച്ച് അവരെ ഒരു മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ പരിശ്രമിക്കും എന്ന് അവരോട് പറയാൻ കഴിയും. അതിന് ഈ പറഞ്ഞ രാഷ്ട്രീയ സംവിധാനവും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ ഒരു രാഷ്ട്രീയ സംവിധാനമുണ്ട്, നേതൃത്വമുണ്ട്, നമ്മുടെ തന്നെ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ജനപ്രതിനിധികളുണ്ട്. അങ്ങനെ ഒരു കൂട്ടായ പരിശ്രമത്തിലൂടെ ഒരു വലിയ മാറ്റത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് വോട്ടർമാർക്ക് കൊടുക്കാനുള്ളൊരു ഉറപ്പ്, അല്ലേ? ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഒരുപാട് പരിമിതികളുണ്ട്. എന്നെ നിയോഗിച്ചതൊരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്ത് എൻ്റെ പിന്നിലുണ്ട് എന്ന ധൈര്യമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. തീർച്ചയായും ഈ ആവശ്യങ്ങളൊക്കെ പ്രസ്ഥാനത്തിന് മുന്നിൽ സമർപ്പിക്കപ്പെടുകയും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഫണ്ടുകൾ ലഭ്യമാക്കാനുള്ള വഴികൾ സ്വീകരിക്കുകയും ചെയ്യാൻ സാധിക്കും എന്നാണ് കരുതുന്നത്. ഇപ്പോൾ ഊരകം എന്ന് പറയുന്നത്, ഊരകം ഗ്രാമപഞ്ചായത്തിലേക്കാണല്ലോ മത്സരിക്കുന്നത്. ഊരകം വലിയ പാരമ്പര്യമുള്ള
ഒരു നാടാണ്. അപ്പോൾ ഊരകത്തിൻ്റെ ഒരു ഭൂപ്രകൃതി, അതോടൊപ്പം ഊരകത്തിലെ ജനത, അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു നിലവിലെ സാഹചര്യം, ഇതിൻ്റെ ഒരു ഭാവി, ഇതിൻ്റെ ഒരു മുന്നോട്ട് പോക്ക് എങ്ങനെയാകണം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഊരകം പ്രകൃതി വിഭവങ്ങളെ കൊണ്ട് സമ്പന്ന, മലയോരങ്ങൾ, വയൽ, പുഴ, നല്ല ഭൂപ്രകൃതി, ടൂറിസം സാധ്യതയുള്ള സ്ഥലങ്ങൾ, ഇതൊക്കെ പ്രയോജനപ്പെടുത്തി ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ജീവിതോപാധി കണ്ടെത്താനുള്ള വഴികൾ ഒരുപക്ഷെ ഇവിടെ തന്നെ സൃഷ്ടിക്കാൻ സാധിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന് മനസ്സ് വെച്ചാൽ അതിനും നമുക്ക് സാധ്യമാകുമെന്നുള്ളതാണ്. തീർച്ചയായും കൂട്ടായ പരിശ്രമമുണ്ടെങ്കിൽ തീർച്ചയായും സാധിക്കുന്നത്. അപ്പോൾ അത്തരം അതേപോലെ നമ്മുടെ സാധാരണ ജനങ്ങളുടെ പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അവർക്ക് എന്തെങ്കിലും രേഖകൾ ശരിയാക്കാനുണ്ടെങ്കിൽ അവർക്കുള്ള ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓഫീസ് കയറി നൽകേണ്ട ഒരു സാഹചര്യം പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെങ്ങനെയാണ് പരിഹാരം കാണാൻ കഴിയുക? എന്താണ് ഇവിടെ പ്രശ്നം? ഉദ്യോഗസ്ഥരാണോ, നമ്മുടെ സംവിധാനം, സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണോ? എങ്ങനെയാണ് നമുക്കിതിന് പരിഹാരം കാണിക്കാൻ വേണ്ടി സാധിക്കുക? ഇന്ന് ഗ്രാമപഞ്ചായത്ത് മനുഷ്യരുടെ ദൈനംദിന ജീവിതവുമായി വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു സംവിധാനം. വിവിധ ആവശ്യങ്ങൾക്ക്, അത് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടാകാം, പെർമിറ്റ് നമ്പർ, അതുപോലെ തന്നെ വിവിധ ആവശ്യങ്ങൾക്ക് ഗ്രാമപഞ്ചായത്തിനെ സമീപിക്കേണ്ടുന്ന സാഹചര്യമാണ്. ജോലി ഭാരങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യം, ഇടതുപക്ഷ സർക്കാർ മതിയായ ജീവനക്കാരെ നൽകാത്ത ഒരു സാഹചര്യമാണ്. ജോലിഭാരം പല ജീവനക്കാർക്കും വേണ്ടത്ര മെച്ചപ്പെട്ട സൗകര്യം ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. അതോടൊപ്പം തന്നെ നിർമ്മാണ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകേണ്ടത്, അതിൻ്റെ പദ്ധതി തയ്യാറാക്കേണ്ടത്, അത് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതും, അതിൻ്റെ ടെൻഡർ നടപടികൾക്ക് പ്രവേശിക്കേണ്ടതും, അതിൻ്റെ മറ്റെല്ലാ കാര്യങ്ങളും നിർവഹിക്കേണ്ടത് LSTD വിഭാഗം. പലപ്പോഴും ആ വിഭാഗത്തിൽ എഐമാർ ഇല്ലാത്ത സാഹചര്യം, ഓവർഷർമാരുടെ കുറവ്, അത്തരം പരിമിതികൾ, അതൊരു പക്ഷേ ഈ സർക്കാർ ഒരു പുറമ്പോക്ക് ഉദ്യോഗസ്ഥരെ ലഭ്യമാക്കേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. അത് ഭരണസമിതി വിചാരിച്ചാൽ അപ്പോൾ പഞ്ചായത്ത് ഭരണസമിതി അതിൽ നിസ്സഹായരാണ്. സമിതിക്ക് ആവശ്യപ്പെടാനേ നിർവാഹമുള്ളൂ. ഉദ്യോഗസ്ഥരുടെ അപര്യാപ്തത ബന്ധപ്പെട്ടവരെ അറിയിക്കാനും ആവശ്യങ്ങൾ ഉന്നയിക്കാനേ സാധിക്കുള്ളൂ. അത് പരിഹരിക്കേണ്ടത് സർക്കാർ. അപ്പോൾ അത്തരത്തിലുള്ള സർക്കാരിൻ്റെ പോരായ്മകളും അവരുടെ ഒരു സഹകരണമില്ലായ്മയും ഒക്കെ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളെ സ്വാഭാവികമായിട്ടും ബാധിക്കും. അപ്പോൾ അത് ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നത് പഞ്ചായത്ത് ഓഫീസുകളിൽ നിന്നും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരിൽ നിന്നുമൊക്കെ ആയിരിക്കും അതിൻ്റെ ഒരു മോശം അനുഭവം അവർക്ക് ഉണ്ടാവുക. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും പഞ്ചായത്ത് മെമ്പർമാരെ അവർക്ക് മോശമായി കാണുകയോ അല്ലെങ്കിൽ അവരത് ശരിയാക്കി തരുന്നില്ല എന്നുള്ള പരാതികളൊക്കെയാണ് നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളത്. ഏതായാലും അതിനൊക്കെ പരമാവധി ഇനി അടുത്ത നിയമസഭാ ഇലക്ഷൻ വരാൻ വേണ്ടി പോവുകയാണ്. അവിടെയും ഐക്യജനാധിപത്യ മുന്നണി ഭരണത്തിൽ ഏറേണ്ടത് ഒരു നിർബന്ധ സാഹചര്യത്തിലാണ് കേരളത്തിലുള്ളത്. ഒരു സംസ്ഥാന രാഷ്ട്രീയത്തെ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? സംസ്ഥാന രാഷ്ട്രീയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. കഴിഞ്ഞ 10 വർഷം പിണറായി ഗവൺമെൻറ് ഇവിടെ നടപ്പാക്കിയ കാര്യങ്ങൾ, സകല മേഖലയിലും വിലക്കയറ്റം, നിത്യജീവിതത്തിന് പൊറുതിമുട്ടുന്ന ജനത, എല്ലാ മേഖലകളും പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം, അതോടൊപ്പം ആഭ്യന്തര രംഗം വളരെ കലുഷിതമായിരിക്കുന്ന ഒരവസ്ഥ, സംഘീവൽക്കരണം, വീണ്ടും ഒരു തുടർഭരണം ലഭ്യമാക്കുന്നതിന് വേണ്ടി BJPയുമായി സഹകരിച്ചു പോകുന്ന ഒരു സാഹചര്യം, ഇതൊക്കെ ഒരു ഇടതുപക്ഷ സർക്കാരിൻ്റെ വലിയ ന്യൂനത പരാജയമായിക്കൊണ്ട് തന്നെ ഇടതുപക്ഷ ചിന്താഗതിക്കായ ആളുകൾ പോലും വിലയിരുത്തുന്ന ഒരു സമയമാണിപ്പോൾ. ജനങ്ങൾ കാത്തിരിക്കുകയാണ് ഒരു ജനവിധിക്ക് വേണ്ടി.
സർക്കാരിനെ പുറന്തള്ളാൻ വേണ്ടി കേരള ജനത കാത്തിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ എന്ന് പറയാൻ തീർച്ചയായും സാധിക്കും. അതിൻ്റെ ഒരു മുന്നോടിയായി അതിൻ്റെ ഒരു സെമി ഫൈനലായിട്ടൊക്കെ നമുക്ക് ഈ ഒരു പഞ്ചായത്ത് ഇലക്ഷനെ കാണാം അല്ലേ? ആ അർത്ഥത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പിനെ കാണാൻ പലപ്പോഴും പലർക്കും സാധിക്കുന്നില്ല എന്നതാണ്. വാസ്തവത്തിൽ ഇത് പിണറായി ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു ജനവിധിയായി ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന ഒരു അവസരമാണ്. പലപ്പോഴും ഇത് പ്രാദേശിക വികാരങ്ങൾ കൊണ്ടുവന്ന് ആ വലിയ ചിന്തയെ തളർത്തുന്ന ഒരു പ്രവണത ചിലരുടെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. അതൊരു നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. കാരണം ഒരു വലിയ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യത്തിൽ അവരുടെ ആയുധം എന്ന് പറയുന്നത് വോട്ടാണ്. അപ്പോൾ ഭരണങ്ങളെ വിലയിരുത്താൻ, ഭരണാധികാരികളെ വിലയിരുത്താനും ഒക്കെ പ്രതിഷേധം അറിയിക്കാനൊക്കെ ഉള്ളൊരു വലിയ ആയുധം വോട്ട്. അത് ഉപയോഗപ്പെടുത്താതെ, അതിൻ്റെ ശരിയാവണ്ണം ഉപയോഗപ്പെടുത്താതെ പോകുന്നു എന്നുള്ളതാണ്. നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രാദേശികമായ ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടിയൊക്കെ ഇങ്ങനെ ശരിയായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താതെ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഒരു കാഴ്ച ചിലയിടത്തെങ്കിലും. ഏതായാലും അവിടെയൊക്കെ ഐക്യജനാധിപത്യ മുന്നണിക്ക് ശക്തി പകരാനും അതോടൊപ്പം നിലവിലുള്ള കേരള ഗവൺമെൻറ്റിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്താനുള്ളൊരു വലിയ അവസരമായി വോട്ടർമാർ ഇതിനെ ഉപയോഗപ്പെടുത്തട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും അവരോട് അഭ്യർത്ഥിക്കുകയും ചെയ്യാം. തീർച്ചയായും. ഊരകം പഞ്ചായത്ത് 4-ാം വാർഡിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന KT അബ്ദുൽ മജീദ് സാഹിബാണ് നമ്മോടൊപ്പം ഇതുവരെ സംസാരിച്ചത്. ശക്തമായ നിലപാടുകളും നല്ല രാഷ്ട്രീയ പാരമ്പര്യവും ഉറച്ച നിലപാടുകളുമാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കുന്നത്. നല്ല വികസന കാഴ്ചപ്പാടുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയും അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ആ നിലപാടുകൾക്കും ആ ഒരു ഉറച്ച തീരുമാനങ്ങൾക്കുമൊക്കെ ശക്തി പകരുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. 4-ാം വാർഡിലെ ജനങ്ങൾക്ക് മാത്രമല്ല, ഊരകം പഞ്ചായത്തിന് തന്നെ കൃത്യമായ നിലപാടുകളോടുകൂടി നയിക്കാനും ദിശാബോധത്തോടുകൂടി ദിഷണാപരമായി നേതൃത്വം കൊടുക്കാനും അദ്ദേഹത്തിന് സാധിക്കും എന്നുള്ളതാണ് നമുക്ക് അദ്ദേഹത്തെ അടുത്തറിയുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം. അതിന് 4-ാം വാർഡിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാകണമെന്നുള്ളതാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.